നമുക്കിന്ന് വളരെ സിമ്പിളായിട്ടും വെറൈറ്റി ആയിട്ടുള്ളൊരു ബീഫിൻ്റെ റെസിപ്പി നോക്കാം. അപ്പം ഞാനിവിടെ 1/2 കിലോ ബീഫ് വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളമില്ലാതെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളിപ്പോൾ 2 സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ഈ കറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ 1 സ്പൂൺ മാത്രം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ പൊടികളും നമുക്ക് ഇതിന് എന്തോരം ആവശ്യമായിട്ടുണ്ടോ അതനുസരിച്ച് അതിൻ്റെ പകുതി മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കി പകുതി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം പകുതി വീതം ഇട്ട് കൊടുക്കാം, നമ്മൾ ചേർക്കാവുന്നതിൻ്റെ പകുതി വീതം. അപ്പോൾ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ സാധാ എരിവുള്ള മുളക് പൊടി, 1 സ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൂടാതെ ചെറിയുള്ളിയും സവാളയും, 2 സവാളയാണ് ആവശ്യമെങ്കിൽ 1 സവാള ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്, ബാക്കി 1 സവാള മാറ്റി വയ്ക്കുക. അങ്ങനെ എല്ലാം അതുപോലെ തന്നെ ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ മൂടി വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരെ വേവിച്ചിട്ടെടുക്കാം. പിന്നെ ഞാനിവിടെ 4 വിസിൽ കൊണ്ട് ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഓരോ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമ്മുടെ ബീഫ് വേകുന്നതിൻ്റെ സമയം. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇനി ഒരു പാത്രം വെച്ച് ചൂടാക്കുക, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്, നിങ്ങൾ ഏത് ഓയിലാണ് ഇഷ്ടം അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അധികം ഓയിൽ ചൂടാകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ബാക്കി പൊടികൾ ഇതിലേക്കും ചേർത്ത് കൊടുക്കുക. ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം ഇതിലേക്കും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പൊടി അധികം കരിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇപ്പോൾ 2 സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ 1 സ്പൂൺ ബാക്കി വെച്ചിരുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയുള്ളിയും സവാളയും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ പച്ചമുളക്, എരിവ് ആവശ്യം ഉള്ളവർക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കുക, കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇത് നല്ല എരിവുള്ള മുളക് പൊടിയും കുരുമുളകൊക്കെ ആയതുകൊണ്ട് പച്ചമുളക് ഇനി ചേർത്ത് കൊടുക്കുന്നില്ല. ബാക്കി സവാളയും ചെറിയുള്ളിയും എല്ലാം കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഉപ്പ് ഈ സമയത്ത് ഇതിന് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ബീഫെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ അധികം അങ്ങ് ബ്രൗൺ കളറാകാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ഇതുപോലെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് വന്ന് നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളെല്ലാം ആ സവാളയിലൊന്ന് പിടിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫ് വേവിച്ച സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടാവില്ല, എന്നാൽ പോലും ബീഫ് വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. ഒരുപാടാണെങ്കിൽ കുറച്ച് മാറ്റിയിട്ട് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ചേ ഉള്ളെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അത് കുറച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മതിയാവും. പിന്നെ നിങ്ങൾക്ക് കറിയായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിവിടെ ഒരു മീഡിയം, അതായത് കറിയായിട്ടും അല്ല എന്നാൽ റോസ്റ്റുമായിട്ടും അല്ലാത്ത ഒരു പരുവത്തിലാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു വെള്ളം വളരെ കറക്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനും ഒട്ടും തന്നെ കളയേണ്ടിയും വന്നിട്ടില്ല. അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അതിൽ തന്നെ നന്നായിട്ട് ഇപ്പോൾ ബീഫെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി മസാലയെല്ലാം ഈ ബീഫിലൊന്ന് പിടിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ ഇനി ഉപ്പ് എല്ലാം കറക്റ്റാണോ എന്ന് നോക്കുക. അതിന് ശേഷം ഈ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നമ്മൾ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഇഷ്ടം ഉണ്ടെങ്കിൽ മല്ലിയില പുതിനയെല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഈ ഒരു പരുവത്തിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം, അതുപോലെ പൊറോട്ടയോ ചപ്പാത്തിയോ എന്താണ് അതിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാവുന്നതാണ്. ഡ്രൈ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ പൊറോട്ടയ്ക്കും ബീഫിനൊക്കെ വേണമെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ളവരൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.